ഹലോ, ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്ര എളുപ്പത്തിൽ പിസ്സ തയ്യാറാക്കാവുന്ന ഒരു വീഡിയോ കാണാൻ ചാൻസ് കുറവാണ് യൂട്യൂബിൽ. പിന്നെ നമ്മുടെ ബ്രെഡ് പിസ്സയും അതുപോലെ നമ്മൾ സ്റ്റോർ ബോട്ട് പിസ്സ ബേസ് കൊണ്ടുള്ള പിസ്സയും ഒക്കെ കാണും. പക്ഷേ നമ്മൾ തന്നെ പിസ്സ ഡൗ ഒക്കെ കുഴച്ച് പിസ്സ ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് യൂട്യൂബിൽ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്നത്തെ നമ്മുടെ ഈ പിസ്സ ഉണ്ടാക്കാനായിട്ട് മാവ് നമ്മൾ കൈകൊണ്ടൊന്നും കുഴയ്ക്കുന്നില്ല, വേറെ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ മാവ് പൊങ്ങി വരാനായിട്ട് കുറേ ഏറെ നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിൽ കുറേ ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. പിന്നെ ഇത് നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് ഒരല്പം കൂടിപ്പോകും കേട്ടോ, ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഒരിക്കലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കടയിൽ നിന്നും മേടിക്കത്തില്ല. അതുപോലെ ഈ ഒരു മെത്തേഡായിരിക്കും പിന്നെ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്ക് ഈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പിസ്സയുടെ റെസിപ്പി നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയുള്ള പിസ്സയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. നമ്മുടെ ഇന്നത്തെ ഈ പിസ്സയ്ക്ക് വേണ്ടുന്ന പിസ്സ ഡൗവിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് വലിയ പുളിയൊന്നും ഇല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള തൈര് എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത തൈരെടുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. കുറച്ച് നേരം പുറത്ത് വെച്ച് അതിൻ്റെ ആ തണുപ്പൊന്ന് പോയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇറ്റാലിയൻ സീസണിങ് ആയിട്ടുള്ള ഒറിഗാനോ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പൊടിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ തീരെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. നമുക്ക് ആദ്യം ഈ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റും പഞ്ചസാരയും ഈ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി സോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിലേക്ക് വന്നിട്ട് ഒരല്പസമയം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി കിട്ടും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്നും ആക്ടിവേറ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്ക് പൊടിയൊക്കെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡയറക്റ്റ് ഇട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് ആക്ടിവേറ്റായി കണ്ടോ, പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ മാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ നമ്മുടെ പിസ്സ ഉണ്ടാക്കുന്ന മാവ് കൈകൊണ്ടൊന്നും കുഴച്ചെടുക്കുന്നില്ല. ഇതെങ്ങനെയാണ് പിന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ മാവ് ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗിലാണ് കുഴച്ചെടുക്കുന്നത്. ഇത് നിങ്ങൾ ഓർക്കും ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കൈ കൊണ്ട് തൊടാതെ നമ്മുടെ ഇന്നത്തെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് ഈ സിപ്പ് ലോക്ക് ബാഗിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള ഒരു ബാഗ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ആ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഈസ്റ്റിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർക്കാം. നിങ്ങളിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഈ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഡയറക്റ്റ് ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഗാർലിക് പൗഡറും അതുപോലെ ഒറിഗാനോയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആ നല്ലൊരു പിസ്സയുടെ മണമൊക്കെ വരുന്നതിനാണ് ഈ ഒറിഗാനോ ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ പിസ്സയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ ഉപ്പൊക്കെ ഈ മിക്സിലേക്കൊന്ന് ആയി കിട്ടുന്നതിനാണ്. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ പിസ്സയ്ക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ശരിക്കും ഇത് ഒരു യൂറോപ്യൻ ചാനലിൽ അവരുടെ ബ്രെഡ് മിക്സ് ചെയ്യുന്നത് കണ്ട്
ഞാനതുപോലെ ഒന്ന് പിസ്സയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് വന്നു. ഒരു പാടും ഇല്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്ത് തരാം. വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ മാവ് നമ്മൾ സാധാരണ മാവ് ഈസ്റ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കും. ഇന്ന് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലേ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഒത്തിരി സമയമൊന്നും ചിലവാക്കാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഈ പൊടി മുഴുവനും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള സിപ്പ് ലോക്ക് ബാഗ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടച്ചതിന് ശേഷം നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരല്പസമയം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ചേറെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ പൊടി ഇതിൽ നന്നായിട്ട് യോജിച്ച് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മിക്സ് ആകുമോ എന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിലും ഒന്ന്, കൈകൊണ്ട് വേണ്ട, ജസ്റ്റ് ഒരു സ്പൂണ് കൊണ്ട് എല്ലാം കൂടി ഒന്ന് മറ്റൊരു പാത്രത്തിലേക്കാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടോ, നല്ല ആ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ മാവ് ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒരുമിച്ച് യോജിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ ഇന്നത്തെ മാവ് ഇങ്ങനെ 1 മണിക്കൂറൊന്നും പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കുന്നില്ലെന്ന്. അപ്പോൾ അതിന് പകരം വളരെ എളുപ്പത്തിൽ ഇതൊന്ന് പ്രൂവ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു ബൗളിൽ ഒരല്പം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം വേണ്ട, ഒരുവിധം ചൂടുള്ള ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കിതിലേക്കൊന്ന് ഇട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതുപോലെ ഒന്ന് വെക്കാം. ആ സമയം ആ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. അങ്ങ് വലുതായിട്ട് പൊങ്ങി വരത്തൊന്നുമില്ല, പക്ഷേ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പൊങ്ങി കിട്ടും. ഇതേതായാലും നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതുപോലെ ഈ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. നമ്മുടെ പിസ്സ ഡൗ ഒന്ന് പ്രൂഫ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ പിസ്സയ്ക്ക് വേണ്ടുന്ന ടോപ്പിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിന്നൊരു ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾ പിസ്സ ആണെങ്കിൽ ചിക്കൻ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ടോപ്പിംഗ് ആയിട്ട് ഒരല്പം ചെറി ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറി ടൊമാറ്റോ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ടൊമാറ്റോ ആണെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഗ്രീൻ കളറിലെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം ചിക്കൻ, ഇതൊരു 100-150 ഗ്രാമോളം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഞാൻ അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരല്പം എണ്ണയിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. പിന്നെ കുറച്ച് പിസ്സ സോസ് വേണം. ഒരു 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ഉണ്ട് ഇവിടെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇതിന് മുമ്പത്തെ എൻ്റെ 1-2 പിസ്സയുടെ റെസിപ്പികൾക്കകത്തൊക്കെ പിസ്സ സോസിൻ്റെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിസ്സയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് നോക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരല്പം ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം മൊസറല്ല ചീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന മെഷർമെൻറ്റ് ഒരു മീഡിയം സൈസിലുള്ള ഒരു പിസ്സയ്ക്കുള്ള അളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാവൊക്കെ കുറച്ചേറെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ആ മാവൊന്ന് 10 മിനിറ്റ് പ്രൂവ് ചെയ്തതിന് ശേഷം ബാക്കി എങ്ങനെയാണ് പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ആ മാവ് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു കോർണർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാനിതിൻ്റെ ആ കോർണർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ പിസ്സ ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. ഞാൻ ആ പാനിൻ്റെ അടിയിൽ ഒരല്പം എണ്ണ തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറിൽ ഒരല്പം ഒലിവ് ഓയിലാണ് ഞാൻ തേച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും തേക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു എഡ്ജ് നമ്മൾ കട്ട് ചെയ്തായിരുന്നല്ലോ, അതിലേക്കൂടെ നമ്മളുടെ ആ മാവ് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കയ്യിൽ പറ്റാതെ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് നമുക്കിതിലേക്കൊന്ന് ആ മാവ് മുഴുവനൊന്ന് ഇട്ട് കൊടുക്കാം.
അതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ കാണാം നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കൈകൊണ്ട് കുഴച്ചില്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ പിസ്സ ഡവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ മാവ് മുഴുവൻ ഇതിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഈ പാനിൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സ്പൂണിൻ്റെ താഴെ വശത്ത് ഒരല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം ഇത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിതുപോലെ എല്ലായിടത്തേക്കും ആ ഒരേ തിക്നെസ്സിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഏത് റെസിപ്പി ഇട്ടാലും കുറേ ആളുകൾ അതിന് ക്രിട്ടിസൈസ് ചെയ്യാനുണ്ട്. ഇത് വലിയ പാടാന്നൊക്കെ അങ്ങനെയുള്ളവർ പറയും കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും പിസ്സ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഞാൻ മറ്റേ തരത്തിൽ നമ്മുടെ കൈകൊണ്ട് കുഴച്ചും അല്ലാതെയൊക്കെ പിസ്സ പല തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. അതാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഈ സ്പൂണിൻ്റെ അടിയിൽ ഒരല്പം എണ്ണയൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് എല്ലായിടത്തേക്കും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കറക്റ്റ് റൗണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. എൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് റൗണ്ടിലായിട്ട് കിട്ടിയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. എയർ ബബിളോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ എയർ ഹോൾസ് ഒന്നും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുക. അതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഈവൻലി ബേക്കായി കിട്ടാനും സഹായമാകും കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ എല്ലായിടത്തേക്കും അതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പിസ്സ സോസ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലാത്തവർക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ആണേലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടുതൽ ഇടണമെന്നേ ഉള്ളൂ, മധുരം കുറച്ചൊന്നും ബാലൻസ് ചെയ്യുന്നതിന്. നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പിസ്സ സോസ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ചീസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. പിസ്സ ഒക്കെ ആകുമ്പോൾ ചീസ് കുറച്ചേറെ നമ്മൾ യൂസ് ചെയ്യും. ഇതിൻ്റെ മുകളിലേക്ക് ആ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടോപ്പിങ്സ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളകും ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് അതുകൂടി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആ പിസ്സ സോസിനും കുറച്ചൊരു എരിവുള്ളതുകൊണ്ട് ഞാൻ വേറെ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ആ ചിക്കനും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ വെജിറ്റബിൾ പിസ്സയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കന് പകരം മഷ്റൂമോ പനീറോ ഒക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ടോപ്പിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചീസ് കൂടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുവാണ്. കുറച്ച് മതി, നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഇതിൻ്റെ താഴത്തെ ലെയറിലിട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് ഇത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ അടുപ്പിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് ഒരു കാസ്റ്റ് അയണിൻ്റെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ പിസ്സ തയ്യാറാക്കിയിട്ടുള്ള ആ പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ഈ പാന് അടച്ച് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ പിസ്സയുടെ ആ ഔട്ട്സൈഡൊക്കെ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വരും. അതുപോലെ ഇത് നന്നായിട്ട് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ ഒരു 20 മിനിറ്റോളം എടുക്കും. അത് ഓരോരുത്തരുടെ അടുപ്പിലെ തീയുടെ അനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചീസൊക്കെ നന്നായി മെൽറ്റായി ഈ നമ്മുടെ പിസ്സ ഒന്ന് തയ്യാറായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെച്ചുകൊണ്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പിസ്സ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ പാൻ അടുപ്പിൽ നിന്ന് മാറ്റി അതുപോലെ അടിയിലിട്ടിരുന്ന ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ബോർഡിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കിയാൽ കാണാം നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ബേക്കായി അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ ഇത് ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇതൊരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.